എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുറ്റിയടിക്കുന്നതും കല്ലിടുന്നതും കട്ടിള സ്ഥാപിക്കുന്നതും സ്റ്റെയർ കേസിൻ്റെ സ്ഥാനങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വിഷയമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രഹത്തിൽ തുളസിത്തറ എങ്ങനെ സ്ഥാപിക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മഹാദിക്കിലോട്ട് നമുക്ക് ഗ്രഹം പണിയാമെന്ന്. കിഴക്കേ, വടക്കേ, തെക്കേ, പടിഞ്ഞാറാണ് മഹാദിക്കുകൾ. ഇങ്ങോട്ട് ദർശനമായിട്ട് വരുന്ന ഗ്രഹങ്ങൾ നമുക്ക് ഉത്തമമെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഗ്രഹം പണിയുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിൽ തുളസിത്തറയും കൂടെ സ്ഥാപിക്കുന്നതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ഗ്രഹത്തിലും തുളസിത്തറയുടെ സ്ഥാനം ഉണ്ടെങ്കിലും ഇത് നമുക്ക് സ്ഥാപിച്ച് കാണുന്നില്ല. കാരണം നമുക്ക് ശുദ്ധവൃത്തിയോടുകൂടി എന്നും വിളക്ക് വെച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം തുളസിത്തറ സ്ഥാപിച്ചാൽ മതി. അത് നമുക്ക് അങ്ങനെ സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഗ്രഹങ്ങൾക്കും തുളസിത്തറ വേണം എന്ന് നമ്മൾ പറയുന്നില്ല. അത് നമുക്ക് സ്ഥാപിച്ച് കാണുന്നത് അത് ആ ഗ്രഹത്തിൽ ഐശ്വര്യത്തിന് നല്ലതാണ്. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ മാത്രം നമ്മൾ തുളസിത്തറ സ്ഥാപിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഗ്രഹത്തിൽ തുളസിത്തറ സ്ഥാപിക്കണമെങ്കിൽ അതെങ്ങനെ സ്ഥാപിക്കാമെന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കിഴക്ക് ദർശനമുണ്ട്, പടിഞ്ഞാറ് ദർശനമുണ്ട്, തെക്ക് ദർശനമുണ്ട്, വടക്ക് ദർശനമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ തുളസിത്തറ സ്ഥാപിക്കുന്നതിന് ദോഷമില്ല. അപ്പോൾ നമ്മൾ കിഴക്ക് ദർശനമായിട്ടൊരു ഗ്രഹത്തിൽ തുളസിത്തറ സ്ഥാപിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, നമ്മുടെ പ്രധാന വാതിലിന് നേരെയും നമുക്ക് സ്ഥാപിക്കാം. ഗ്രഹമധ്യ സൂത്രത്തിലും നമുക്ക് സ്ഥാപിക്കുന്നതിന് ദോഷമില്ല. അപ്പോൾ നമ്മൾ ഗ്രഹമധ്യ സൂത്രമാണെങ്കിലും പ്രധാന വാതിലിന് നേരെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉച്ചസ്ഥാനത്തോട്ട് മാറ്റിയാണ് തുളസിത്തറ സ്ഥാപിക്കേണ്ടത്. അപ്പോൾ ഉച്ചസ്ഥാനം എങ്ങനെ കണ്ടെത്താം എന്നതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊരു കട്ടിളയുടെ നേരെയാണ് അല്ലെങ്കിൽ പ്രധാന വാതിലിന് നേരെയാണ് തുളസിത്തറ സ്ഥാപിക്കുന്നതെങ്കിൽ കട്ടിളയുടെ മധ്യഭാഗം കാണുക. നമുക്ക് തുളസിത്തറയുടെ സ്ഥാനം നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് ആ സെൻറ്ററിൽ നിന്നും വടക്കോട്ട് മാറ്റിയിട്ടാണ് കിഴക്ക് ദർശനമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ഉത്തമ സ്ഥാനം എന്ന് പറയുന്നത്. മധ്യസൂത്രം കാണുകയാണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ വാതിലിന് നേരെയായിരിക്കും തുളസിത്തറ. പക്ഷേ അതിൻ്റെ തുളസിത്തറയുടെ മധ്യഭാഗവും വാതിലിൻ്റെ മധ്യഭാഗവും ഒന്നായി വരാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥാനം എന്ന് വെച്ചാൽ കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ വടക്കോട്ട് മാറ്റിയിട്ടുള്ള തുളസിത്തറയായിരിക്കും നമുക്ക് ഉത്തമമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ദർശനമാകുമ്പോഴും നമുക്ക് അതേ അളവിൽ വടക്ക് ഭാഗത്തായിട്ട് ഉച്ചസ്ഥാനമായിട്ട് വരും. വടക്ക് ദർശനമായിട്ട് വരുന്ന ഗ്രഹത്തിൻ്റെ കിഴക്ക് ഉച്ചസ്ഥാനമായിട്ടും തെക്ക് ദർശനമായിട്ട് വരുന്ന ഗ്രഹത്തിൻ്റെ കിഴക്കോട്ട് ഉച്ചസ്ഥാനമായിട്ടും കണ്ടെത്തി വേണം നമ്മൾ ഗ്രഹമധ്യസൂത്രത്തിലോ പ്രധാന വാതിലിന് നേരെയുള്ള തുളസിത്തറ സ്ഥാപിക്കേണ്ടത്. പിന്നെ നമുക്കിത് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ എന്താണെന്ന് വെച്ചാൽ തറ നിരപ്പ്, ഈ നിരപ്പ് ലെവലായിരിക്കണം നമ്മൾ തുളസിത്തറയുടെ തറനിരപ്പ്. അപ്പോൾ ഇത് രണ്ടും ഒന്നായിട്ട് നമുക്ക് വേണം. ഇത് നമ്മൾ കണക്കാക്കിയിട്ട് വേണം തുളസിത്തറ നമുക്ക് സ്ഥാപിക്കാൻ അതേ ഹൈറ്റിൽ. പിന്നെ ഇതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകയോനി കണക്കിലാണ് നമ്മൾ തുളസിത്തറ എപ്പോഴും സ്ഥാപിക്കുന്നത്. അപ്പോൾ ഏകയോനിയിലൊരു കണക്കിലെടുത്ത് സ്ക്വയറിലാണ് നമ്മൾ തുളസിത്തറ സ്ഥാപിക്കുന്നത്. കിഴക്കായാലും പടിഞ്ഞാറായാലും വടക്കായാലും തെക്കായാലും നമുക്ക് സ്ഥാപിക്കുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പം പ്രധാന വാതിലിന് നേരെ സ്ഥാപിക്കുമ്പോൾ ഉച്ചസ്ഥാനമായിട്ട് മാറ്റിയിട്ട് വേണം ഇത് നമുക്ക് സ്ഥാപിക്കാൻ. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം, ശുദ്ധവൃത്തിയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം സ്ഥാപിക്കേണ്ട ഒരു കാര്യമാണ് തുളസിത്തറ. എല്ലാ ഗ്രഹത്തിനും അത് നിർബന്ധമില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിച്ച് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമുക്ക് സ്ഥാപിക്കുകയും എന്നും വിളക്ക് വയ്ക്കാനൊക്കെയുള്ള ആൾക്കാരൊക്കെ ഗ്രഹത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്ഥാപിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തുളസിത്തറയുമായിട്ട് ബന്ധപ്പെട്ട് വേണം. പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ഗ്രഹത്തിൽ ഇപ്പം പല ഗ്രഹത്തിലും തുളസിത്തറകൾ കാണുന്നില്ല. പണ്ടുള്ള ഗ്രഹങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. അന്നൊക്കെ വിളക്ക് കത്തിച്ച് നമ്മുടെ ഗ്രഹത്തിനകത്ത് വിളക്ക് കത്തിച്ചിട്ട് വീണ്ടും നമ്മൾ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലതാണ്. കാരണം വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് ഉണ്ടാക്കി തരുന്നത് തുളസിത്തറയാണ്. ഇത് സ്ഥാപിക്കുന്നത് നമുക്ക് ഉത്തമമാണ്. പക്ഷേ നമ്മളത് ആ രീതിയിൽ കൊണ്ടുപോകണം എന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളൂ. അപ്പം ഇത് ഈ രീതിയിൽ നമ്മൾ സ്ഥാപിക്കുന്ന തുളസിത്തറ ഗ്രഹത്തിന് ഉത്തമം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇന്ന് നമുക്ക് തുളസിത്തറ സ്ഥാപിക്കുന്നതിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരാം. അപ്പം അതുവരെ നമുക്ക് നിർത്താം. എല്ലാവർക്കും നമസ്കാരം.